നിങ്ങൾക്ക് പ്രൂഫ് വേണമെങ്കിൽ ഞാൻ പ്രൂഫ് തരാം. ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 35 lakhs ഞാൻ അതിന് ഏൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെ നമുക്ക് ഫ്രീലാൻസ് വർക്ക്, അത് UK വേൾഡ് വൈഡ് എവിടെ ഇരുന്നും എങ്ങനെ ചെയ്യാം. ഞാൻ NHS ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഫുൾ ടൈമായിട്ട് പാർട്ട് ടൈമായിട്ട് ഫ്രീലാൻസിങ് വർക്കും ചെയ്യുന്നുണ്ട്. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് IT സെക്ടറിലാണ്. എൻ്റെ ഫ്രീലാൻസിങ് വർക്ക് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് അറിയില്ല, ഞാൻ ഈ IT ഫ്രീലാൻസിങ് മാത്രം ആണ് എൻ്റെ ഇപ്പോൾ താമസിക്കുന്ന വീട് നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ 2018 to 2000 കറണ്ട് ഇയർ വരെ ഞാനിപ്പോൾ ഈ ഫ്രീലാൻസിങ് ചെയ്യുന്നുണ്ട്. അതിൽ റെഗുലറായിട്ട് ഫോക്കസ് ചെയ്തത് 2018 to 2022 ആണ്. അതിൽ ഞാൻ റീസെൻ്റ്ലി ഒരു പേപ്പാളിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോൾ അപ്രോക്സിമേറ്റ്ലി 35 lakhs ഞാൻ അതിന് ഏൺ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. പലരും പല രീതിക്കും ഓൺലൈനിൽ ഏൺ ചെയ്യാം. ടൈപ്പിംഗ് ജോബ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വാലിഡ് ആയിട്ടുള്ള സംഭവമല്ലേ, എവിടെ ചെന്നാലും അതൊരു സ്കാമിലേക്ക് എത്തിപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ നാള് റിസർച്ച് ചെയ്തിട്ട് 2 വെബ്സൈറ്റാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് കുറെ വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാ ഫൈവർ ആണ്. ഫൈവർ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു ക്ലയന്റിനെ കിട്ടാൻ ചാൻസുകളാണ്. അതിലും കൂടുതൽ പേയ്മെന്റ് ആവശ്യമുള്ളവർക്ക് അപ്വർക്ക് ചൂസ് ചെയ്യാം. അപ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്വർക്ക്. പെട്ടെന്ന് നമുക്കൊരു ക്ലയന്റിനെ കിട്ടാൻ എന്താ ഒരുപാട് ഫ്രീലാൻസേഴ്സ് അപ്വർക്കിൽ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണമുണ്ട്. ഫൈവറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഫൈവറിൽ അത്യാവശ്യം ക്ലയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അപ്വർക്കിലേക്ക് നമ്മുടെ പ്രൊഫൈൽ, രണ്ടിലും പ്രൊഫൈൽ ഉണ്ടാക്കിയിടാം. രണ്ട് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാണ്. എനിക്ക് ഇന്നതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ആക്ച്വലി എൻ്റെ കേസിൽ ഞാൻ പറയാം, ഞാൻ IT സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. എനിക്ക് എൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ $50 പെർ അവറിന് ഞാൻ പെർ അവർ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കമ്പനിക്ക് നമ്മളെ റിക്രൂട്ട് ചെയ്യാം. പെർ അവർ $50 വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി എത്ര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള അത്. പക്ഷെ ഞാൻ ഔട്ട്കോട്ട് സെറ്റിൽ ഒത്തിരി ചെയ്തിട്ടുണ്ട്. എന്ന് ഫൈവറിൽ ക്ലയന്റ് വരും, ഞാൻ അവരെ ഇപ്പോൾ വേറെ ഡയറക്റ്റ് കോളിങ് ചെയ്തിട്ട് അതിൽ കൂടെ നമ്മൾ ഡയറക്റ്റ് പ്രോഫിറ്റ് വാങ്ങാം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈവറിന് ഒത്തിരി പൈസ, അതിന്റെ ചെറിയ എമൗണ്ട് അവർക്ക് കമ്മീഷൻ കൊടുക്കണം. പിന്നെ 15 ദിവസമാണ് അതിന്റെ നമുക്ക് ക്യാഷ് വിഡ്രോവൽ വരണേ. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതവർ സ്ട്രിക്ട്ലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മുടെ മൊബൈൽ നമ്പറോ ഒന്നും ഡയറക്ട്ലി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈവർ ബ്ലോക്ക് ചെയ്യും. ഫൈവറിന്റെ അക്കൗണ്ടിന് റിജക്ഷൻ കിട്ടും. അപ്പൊ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നവര് എല്ലാവരും അതിലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ അതിന് റിവ്യൂ ഈ ക്ലയന്റ് ചെയ്യും. ആ റിവ്യൂക്ക് അനുസരിച്ചാണ്. അപ്പൊ പലരും നമ്മളെ സെർച്ച് ചെയ്യുമ്പോൾ ഈ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് അടുത്ത പ്രൊജക്ട് നമുക്ക് തരാം. അപ്പൊ നമുക്ക് റിവ്യൂ ഉണ്ട്. നമ്മളൊരു 2-3 പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം, ഡെയിലി ഒരു 3-4 ക്ലയൻസ് എങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, ഇന്ന ജോബ് ഉണ്ട് ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് ഞാൻ ഇത് ശല്യമായിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും വർക്ക് വന്നിട്ട് ഒന്നാമത്തെ ദിവസം ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് അല്ല. നമ്മൾ ഒത്തിരി നേരം ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് ചെയ്യണം. IT കേസിൽ എല്ലാം നമ്മൾ അറിഞ്ഞിട്ടൊന്നല്ല നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ അത് നമ്മൾ നമുക്ക് ഓൾറെഡി അതിന്റെ ഒരു സെറ്റപ്പ് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാനും എന്തെങ്കിലും യൂട്യൂബ് നോക്കി കണ്ടിട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി പ്രൊജക്റ്റുകളുണ്ട്, ഒക്കെ സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാം. ഫൈവറിൽ നവീൻ ജോസ് എന്നുണ്ട്. ഞാൻ ഇതിന്റെ ലിങ്ക് ബയോയിൽ കൊടുക്കാം, ഈ 2 വെബ്സൈറ്റിന്. നിങ്ങൾക്ക് ഇപ്പൊ കയറി നോക്കാനായാലും അബീസ് അത് ചെയ്തോളും. ഇപ്പൊ അപ്വർക്കില് നിങ്ങൾക്ക് പെർ അവർ ഇപ്പൊ റെഗുലർ ജോലി ചെയ്യണ മാതിരി അപ്വർക്കിൽ ജോലി ചെയ്യാൻ പറ്റും. ഫൈവറിൽ കൂടുതലും പ്രൊജക്ട് വൈസ് ആണ് ജോബ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ഒരു വർക്കിന്റെ ആയിരിക്കും കൂടുതൽ. റെഗുലർ ക്ലയൻസുകൾ കൂടുതലുള്ളത് അപ്വർക്കിലാണ്. ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ഒരു റൈറ്റർ, കണ്ടന്റ് റൈറ്റേഴ്സ്, ഏത് തരത്തിലുള്ള ജോബുകൾക്കും അതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് ഒരു സ്കില്ലില്ലെങ്കിൽ കൂടി അതൊരു AI ടൂൾ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനും ഇപ്പോഴും ഫൈവറിലും അപ്വർക്കിലും ജോബ് കിട്ടുന്നുണ്ട്. ഈവൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഡാമേജ് ആയിട്ടുള്ള ഒരു പിക്ചർ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പണ്ട് ഫൈവറിൽ ഭയങ്കര
വർക്ക് കിട്ടുന്ന ഒരു ജോബായിരുന്നു. ഇന്നതൊരു AI ടൂളുകൾ ചെയ്യും. ഏത് നമ്മൾ ഈ ഡാമേജ് ആയിട്ടുള്ള പിക്ചർ പണ്ട് നമ്മുടെ അച്ഛന്റെ അമ്മയുടെയൊക്കെ ചില പഴയ ഫോട്ടോകളൊക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് ക്ലിയർ ചെയ്ത് കൊടുക്കണ ഒരു ജോബ് പണ്ട് ഫൈബറിൽ ഇപ്പോഴും ഉണ്ട്. അത് ഫൈബറിൽ ഞാൻ നോക്കിയപ്പോ ഒരു ആൾ അതിൽ നിന്ന് മാത്രം $15,000 ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അത് ചെറിയ എമൗണ്ട്, $5 അയാൾക്ക്. അത് ഒരു 4 ഫോട്ടോക്ക് $5 അയാൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ അത് ഒത്തിരി ഓർഡേഴ്സ് അയാൾക്ക് വന്നോണ്ടിരിക്കുക. അപ്പൊ ഇപ്പോഴത്തെ സമയത്ത് അത് ഈസി ആയിട്ട് ഒരു AI ടൂൾസ് ഉണ്ട്. അതിന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കിട്ടും. AI ടൂൾ വെച്ചിട്ട് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ അതന്നെ കവറപ്പ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് തരും. ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഡോക്ടർ ടെക് എന്ന് പറഞ്ഞൊരു മൊബൈൽ ചാനലാണ്. അതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ BDS ഡോക്ടറാണ്. ഇന്നേ വരാൻ എൻ്റെ മുഖോ അവൻ ആരാന്നോ അവൻ പറഞ്ഞിട്ടില്ല. 50,000 ആൾക്കാർ കേരളത്തിൽ ഫോളോ ചെയ്യേണ്ടവനാണ്. അവൻ ആരാന്ന് പോലും അറിയില്ല. പക്ഷെ നമുക്കറിയാം അവൻ BDS നല്ല തിരക്കുള്ള ഡോക്ടറാ. ഒരു ഡോക്ടർ ഈ ചാനൽ വെച്ചിരിക്കണമെന്ന് അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവന് എന്നെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം അങ്ങനെ കയറി വന്നൊരു ഞാനാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറയാം എനിക്ക് എന്റെ മുഖം കാണിക്കാൻ പറ്റില്ല, എന്റെ സൗണ്ട്. ഇത് ഈ ആളുകൾക്കൊരു ധാരണ ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് സൗന്ദര്യം ഇല്ലാന്നൊരു തോന്നലുള്ള ഒരാളാണ്. ഇപ്പൊ ഉണ്ടെന്നല്ലാണ്ട് ഞാൻ പറഞ്ഞു തന്നെ. പിന്നെ എന്റെ സൗണ്ട് കൊള്ളൂലാന്ന് അങ്ങനെയൊക്കെ പല കോംപ്ലക്സ് ഉള്ള ഒരാളാണ്. പക്ഷെ നിങ്ങൾക്ക് ഞാനിത് പറയാം. ഞാനൊരു തവണ ഈസ്റ്റ് ഹാം അമ്പലത്തിന്റെ ഫ്രണ്ടിലിരുന്ന് ഞാനൊരു വ്ളോഗ് ചെയ്തപ്പം ഞാൻ ബ്രോനെ ക്രോസ് ചെയ്ത് പോയി. എനിക്ക് ബ്രോനെ മനസ്സിലായില്ല. പക്ഷെ ബ്രോയുടെ സൗണ്ട് കേട്ടപ്പം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ സൗണ്ട് കണക്ഷൻസ്. പിന്നെ അതുപോലെ എനിക്കൊരു ദിവസം രാത്രി ഒമാനിന്നൊരു കോള് വന്നു. ഒമാനിന്ന് കോള് വന്നത് പുള്ളി പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, അവന് ഫുള്ള് ഡിപ്രഷനായി. അപ്പൊ ആ പുള്ളി പറഞ്ഞൊരു ഡയലോഗ് ഇതാണ്: ബ്രോ സൗണ്ട് കൊണ്ട് ഫേമസ് ആയ ഒരാളാലോ, ബ്രോയുടെ സൗണ്ട് അല്ലെങ്കിൽ ബ്രോയുടെ മോട്ടിവേഷൻ അടിപൊളിയാണ്, ഒന്ന് അവനെ വിളിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ അവൻ തിരിച്ചു പോകുന്നുള്ള സിറ്റുവേഷനിലിരിക്കാം. അപ്പൊ അതെല്ലാം നമുക്ക് ഈ ഒരു ഫ്രീലാൻസ് വർക്കിലൂടെ കിട്ടിയ ഒരു ഫേമാണ്. പിന്നെ ഇപ്പൊ ഞാൻ ഇത് കാണുന്നത്, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൽ നിന്ന് 9 ലക്ഷം രൂപ കിട്ടി, അത്രയും ഒരു അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് മാത്രം എനിക്കൊരു 5 ലക്ഷം രൂപ കിട്ടി. ഈ കാശിന് പുറമെ ഞാൻ പോകുമ്പം എനിക്ക് പല സ്ഥലത്തും കിട്ടുന്ന അപ്രോച്ച്. ഞാൻ ഇന്ന് 16 യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ളത് പറയാലോ, ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ഞാൻ റൂം എടുത്ത് താമസിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും കണക്ഷൻ. ഞാൻ ഇവിടുന്ന് പോകുമ്പോ തന്നെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ വാട്സപ്പില് ഞാൻ ഇന്ന ദിവസം ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പം അപ്രോച്ച് ചെയ്യും. അതാണ് ഇതെല്ലാം നമുക്ക് ഈ ഫ്രീലാൻസ് വർക്കിലൂടെ കിട്ടിയതാണ്. അപ്പം എനിക്ക് 2 റെഗുലർ ക്ലയൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ അവരുടെ വർക്ക് മാത്രം ഞാൻ 4 hours വേണ്ടി അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും ഡെയിലി എന്ന് പറഞ്ഞാൽ അത് മൺഡേ ടു ഫ്രൈഡേ. ഒരു ക്ലയന്റിന് എപ്പോഴാണോ ആവശ്യമുള്ള അവർ വിളിക്കും. പക്ഷെ അവർ പെർ മന്ത് എനിക്ക് റെഗുലർ ഇൻകം തരും. ഒരു ക്ലയന്റ് ആയിട്ട് ഞാൻ 5 വർഷത്തെ കണക്ഷൻ ഉണ്ട്. ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഫുൾ ടൈം ഫ്രീലാൻസർ ആയിരുന്നു അയാളുടെ കമ്പനിയിൽ. അയാളൊരു എനിക്ക് അന്ന് പേ ചെയ്യുന്ന $1,400 ആയിരുന്നു അന്ന് പേ ചെയ്യുന്നത്. ഫുൾ ടൈമർ ആയിരുന്നു ഞാൻ. ഫുൾ ടൈമർ അത് നമ്മുടെ നാട്ടിലെ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ 1,20,000 അടുത്തൊക്കെ കഷ്ടി വരും അല്ലെ? നാട്ടിൽ തന്നെ ഒരു ഫ്രീലാൻസ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഒരു വർക്കിനും പോവാണ്ട് വീട്ടിലിരുന്ന് ലാസ്റ്റ് ആയപ്പോ ഞാൻ അങ്ങനെയാണ്. ഞാൻ ലാസ്റ്റ് ശരിക്കും എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പേടിയായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും ചിലപ്പോ നിന്ന് പോയാലോ, നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ഞാൻ നാട്ടിലെപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ജോലി കൂടി ഒപ്പം കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒപ്പമാണ് ഞാൻ ചെയ്യുക. അപ്പൊ പുലർച്ചെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് ഈസി അല്ല. ഞാൻ കൂടുതലും 3:30 എണീറ്റ്, US ടൈമിലാണ് വർക്ക്. അപ്പൊ 3:30 എണീറ്റ് 9 മണി വരെ ആ വർക്ക് കഴിഞ്ഞിട്ട് 9 മണിക്ക് ഞാൻ എന്റെ ജോലിക്ക് പോയിട്ടുള്ള സമയങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഡിമാൻഡായി. അപ്പോ ആ ക്ലയന്റ് നമുക്ക് ഏത് ടൈമിലാണോ നീ ഫ്രീ ആ ടൈമിൽ വർക്ക് ചെയ്താൽ മതി എന്നുള്ള ഒരു ഓപ്പണിങ് തന്ന കാരണം ഞാനിപ്പോ അത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ആരും വിശ്വസിച്ചില്ല ഞാൻ ഫൈബറിൽ വർക്ക് ചെയ്യണില്ലെങ്കിൽ. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ഇതിപ്പോ നമ്മൾ ഇതിന്റെ റെസ്പോൺസ് കൊടുക്കാത്ത കാരണം പറഞ്ഞാൽ ഇതൊന്നും ഒരു ചാനലിലും ആരും ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആയിട്ട് പച്ചയ്ക്ക് സംസാരിക്കുമോ എന്നുള്ളത് അറിയില്ല. ഇതിന്റെ എല്ലാം ഞങ്ങളുടെ ഒരു ഒറ്റ മോട്ടിവേഷനേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ ഇപ്പൊ നോക്കിയാൽ നമുക്ക് അറിയാം 4.9 ആണ് എന്റെ റേറ്റിംഗ് വരുന്നത്. 5 റേറ്റിംഗ് ഉള്ളത്, 4.9 ആണ്. ഇതില് 60% റെസ്പോൺസ് ടൈം. അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതാണ്. എന്റെ ക്ലയന്റ് ലിസ്റ്റ് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ മെസ്സേജ് വരുന്നത്. ഞാനിത് ഓഫ് ചെയ്തിട്ടോ എന്താ അത്ര അധികം വർക്കുകൾ വരും. പക്ഷെ എല്ലാം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. നമുക്ക് അറിയണത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഏൺ ചെയ്തത് $1,797 മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും അല്ല, ഇതിലും കൂടുതൽ ഒരു
$12,000 ഒക്കെ ഫൈവറിൽ നിന്ന് മാത്രം ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ഞാൻ യൂട്യൂബിൽ ഒരു ഫ്രീലാൻസ് ചെയ്യണ ഒരാളെ ഇൻസ്പയർ ചെയ്തിട്ട് വന്നിട്ടുള്ളതാ ഈ ഫൈവറില്. അതിനെ പുള്ളി മാസം 4 ലക്ഷം രൂപ ഈ ഫൈവറിൽ നിന്ന് ഉണ്ടാക്കുന്നത്. മലയാളിയാ പുള്ളി. വീഡിയോ എഡിറ്ററാണ്. വീഡിയോ എഡിറ്റിങ് ഗ്രാഫിക് ഡിസൈനേഴ്സിനാണ് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്നത് ഇതില്. സത്യം പറഞ്ഞാൽ ഞാനും ഇന്നാണ് ഞാൻ ഈ ഒരു സൈറ്റിനെ പറ്റി സത്യം പറഞ്ഞാൽ ഞാനും ഒരു വീഡിയോ എഡിറ്ററാണ്. അപ്പം നമുക്കും ചെയ്യാം. പക്ഷെ നമ്മൾ ഇത്രയും നാളും അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇന്ന് നമ്മൾ അറിഞ്ഞു, പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാതിരുന്ന അത് നമ്മുടെ മാത്രം പോരായ്മ കേട്ടോ.